അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഉമ്മി ആൻഡ് മീ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫ് പെപ്പർ റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയ ബീഫ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി കുക്ക് ആവുന്ന ടൈമിൽ നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു 3-4 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ബീഫൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ബീഫ് ആ സ്റ്റോക്കോട് കൂടി തന്നെ ഈ സവാളയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി വരണം. അതിന് നമുക്കൊരു 5-6 മിനിറ്റ് ഒന്ന് കവർ ചെയ്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷെ ഇതുണ്ടെങ്കിൽ എന്തായാലും ആഡ് ചെയ്യുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് വരും. ഇനി ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഗ്രേവി ഇത് അത്യാവശ്യം തിക്കായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടിയും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. നോർമൽ ബീഫ് റോസ്റ്റിനെക്കാട്ടിയും കുറച്ചൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും ക്യാപ്സിക്കം ടൊമാറ്റോ കെച്ചപ്പ് ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി ഒക്കെ കൂടെ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ട്രൈ ചെയ്യണം, കമൻസ് ഒക്കെ അറിയിക്കണം. സോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.